നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സമരത്തിനൊരുങ്ങി സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ. സർക്കാർ സഹായം നിലച്ചതായി പരാതി. പല സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. തമിഴ്നാട് അതിർത്തി മേഖലയിൽ കാട്ടുതീ പടരുന്നത് പതിവാകുന്നു. വനമേഖലയിൽ ഭക്ഷണമില്ലാതെ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നു. കാട്ടുപന്നി പേടിയിൽ ഇടുക്കി നെടുങ്കണ്ടം 50 ഏക്കർ നിവാസികൾ. പകൽ സമയത്തും കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്നു. ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിപ്പിച്ചു. ഇനി പെട്രോൾ വില കൂടിയാലും ഞെട്ടേണ്ട. സോളാർ സൈക്കിൾ നിർമ്മിച്ച് മലപ്പുറം സ്വദേശിയായ അധ്യാപകൻ. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള സർക്കാർ സഹായം നിലച്ചുവെന്ന് പരാതി. അവഗണനയിൽ പ്രതിഷേധിച്ച് സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ സമരരംഗത്തേക്ക്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് അസോസിയേഷൻ ഫോർ ദി ഇന്റലക്ച്വലി ഡിസേബിൾസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുന്നത്. വയനാട് ജില്ലയിൽ മാത്രം 8 സ്പെഷ്യൽ സ്കൂളുകളിലായി 700 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അധ്യാപക അനധ്യാപക തസ്തികകളിലായി 300-ലധികം ജീവനക്കാരുമുണ്ട്. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് 2022-23 അധ്യയന വർഷത്തേക്കുള്ള പാക്കേജായി 45 കോടി രൂപ അനുവദിച്ച ജൂൺ 2-ന് ഉത്തരവ് ഇറങ്ങിയെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 5 മാസത്തെ തുക മാത്രമാണ് സർക്കാർ വിതരണം ചെയ്തത്. പ്രതിസന്ധി രൂക്ഷമായതോടെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഈ വർഷവും ഞങ്ങൾക്ക് ഈ 45 കോടി രൂപയിലെ ഇത്രയും പൈസ ഒന്നും ലഭിക്കുമെന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പൈസ കിട്ടാത്തത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സമരത്തിലേക്ക് പോകുന്നത്. സ്പെഷ്യൽ സ്കൂളുകളുടെ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ തുടർ നടപടികൾ മുടങ്ങി. LDF സർക്കാരാണ് സ്പെഷ്യൽ സ്കൂളുകൾക്കായി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത്. പക്ഷേ സ്പെഷ്യൽ സ്കൂളുകൾക്ക് നൽകി വരുന്ന സാമ്പത്തിക പാക്കേജുകൾ ദൈനംദിന പ്രവർത്തനത്തിന് പോലും പര്യാപ്തമല്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ന്യൂസ് 18 വയനാട്. തമിഴ്നാട് അതിർത്തി മേഖലയിൽ കാട്ടുതീ പടരുന്നത് പതിവായതോടെ ഇടുക്കിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. വനമേഖലയിൽ ഭക്ഷണവും വെള്ളവും കുറഞ്ഞതും കാട്ടുതീ മൂലം ചൂട് വർദ്ധിച്ചതും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് ഇടയാക്കുകയാണ്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്ക് മൃഗങ്ങൾ കൂട്ടത്തോടെയാണ് എത്തുന്നത്. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് വനമേഖലകളിലും പുൽമേടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുതീ പടർന്നു. ഏക്കർ കണക്കിന് പ്രദേശത്തെ കുറ്റിക്കാടുകളും പുൽമേടുകളും കത്തിനശിച്ചു. ഇതോടെ വനമേഖലയിൽ നിന്നും മൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് പതിവായിരിക്കുകയാണ്. കുരങ്ങ്, മ്ലാവ്, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളാണ് കൂട്ടത്തോടെ എത്തുന്നത്. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന ഇവ വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ജില്ലയിൽ വേനൽ കടുത്തതോടുകൂടി തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന കരുണാപുരം നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ തമിഴ്നാടിനോട് അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ വനമേഖലകളിൽ കാട്ടുതീ പടരുന്നത് ഇപ്പം ദിവസവും കാട്ടുതീ പടരുന്ന ഒരു സ്ഥിതിയാണ്. കാട്ടുതീ പടരുന്നതോടൊപ്പം ഈ പ്രദേശത്ത് ചൂട് വർദ്ധിക്കുകയും അതോടൊപ്പം കാട്ടിൽ അധിവസിച്ചുകൊണ്ടിരുന്ന വന്യജീവികളായിട്ടുള്ള പന്നി, കുരങ്ങൻ, മുള്ളൻ പന്നി അടക്കം നാട്ടിലേക്ക് കടന്നു വരികയും പ്രദേശത്തുള്ള ആളുകൾ, കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാമക്കൽമേടിനോട് ചേർന്ന് അതിർത്തി മേഖലയിൽ പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പുൽമേടുകളിൽ കാട്ടുതീ പടരുന്നത് തടയാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ സോളാർ ഫെൻസിംഗ് ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി നെടുങ്കണ്ടം 50 ഏക്കറിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏതാനും മാസങ്ങൾക്കിടെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കാട്ടുപന്നികളെ പേടിച്ച് കഴിയുകയാണ് ഒരു പ്രദേശം. രാത്രി മാത്രമല്ല, പകലും കൂട്ടമായി എത്തുന്ന പന്നികൾ വലിയ ദുരിതമാണ് 50 ഏക്കറുകാർക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ കാട്ടുപന്നി ആക്രമണത്തിൽ പ്രദേശവാസിയായ സുലൈമാന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9 മണിയോടെ ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്ന ആഷിഖിന് നേരെ കാട്ടുപന്നികൾ പാഞ്ഞെടുക്കുകയായിരുന്നു. ആഷിഖിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു. കാലിൽ പൊട്ടലുണ്ട്. മിനിഞ്ഞാന്ന് രാവിലെയാണ് ഞാൻ വർക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 8:45-9 മണിക്ക് ആകുന്നുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു വലിയ ഇറക്കമുണ്ട്. ഇറക്കം ഇറങ്ങി പോകുമ്പോഴത്തേന് പന്നി ഒരു മരത്തിൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേന് വണ്ടി ബ്രേക്ക് പിടിച്ച് എന്നാലും നിന്നില്ല. തൊട്ട് കുറേ പന്നികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഇടിച്ചിട്ടാണ് ഞാൻ വീണത്.
വീണപ്പോൾ ഷോൾഡർ ഇടിച്ചിട്ട് ചതവുണ്ടായിരുന്നു. കൈക്ക് ഇങ്ങനെ മുറിവുകളുണ്ട്. കൈ ചെറുതായിട്ട് തിരിഞ്ഞു പോയായിരുന്നു വിരൽ. പിന്നീട് കാലിന് ശരിക്കും നല്ല പരിക്കുണ്ട്. ഏതാനും മാസങ്ങൾക്കിടെ പ്രദേശത്തെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. പകൽ സമയത്ത് പോലും പന്നികളുടെ ശല്യമുണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പന്നിയാണ് കാണുന്നത്. പിന്നെ ഒരു 8-9 മണി വരെയും പന്നിയുടെ ശല്യങ്ങളുണ്ടാവും. നടപ്പുകാർക്ക് നടക്കാൻ പറ്റത്തുമില്ല. നമുക്കൊരു വെളിയോട്ടം ഇറങ്ങി ഒരു പകയും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയം പറ്റും രാവിലെ എഴുന്നേറ്റ്. പന്നിയുടെ ശല്യം നല്ല രൂക്ഷമാണ്. അധികൃതർ ഇതിനു വേണ്ടി നടപടി എടുക്കണം. കുറേ നാളുകളായിട്ട് പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഒരു കൃഷിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം അത് വീണ്ടും നശിപ്പിച്ച് ഇത് പന്നി കൂട്ടങ്ങൾ ഇറങ്ങി നശിപ്പിക്കുകയാണ്. ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് അനുമതിയുണ്ടെങ്കിലും പഞ്ചായത്ത് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 നെടുങ്കണ്ടം. കുടിവെള്ള പദ്ധതികൾ നിരവധിയുണ്ടെങ്കിലും കുടിക്കാൻ വെള്ളം വലിയ വില നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇടുക്കി രാമക്കൽമേട് ചക്കക്കാനം നിവാസികൾ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലവിതരണം കാര്യക്ഷമമല്ല എന്നാണ് പരാതി. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന മേഖലയാണ് ചക്കക്കാനം. തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആണ് ഇവിടം. വേനലിന്റെ തുടക്കം മുതൽ വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. 600 ലിറ്റർ വെള്ളത്തിന് 300 രൂപ നൽകണം. നമുക്ക് കുറെ നാളായി തുടങ്ങിയിട്ട്. മഴ കഴിഞ്ഞാൽ അപ്പം മുതലേ പൈസ കൊടുത്ത് വാങ്ങണം വെള്ളം. ജീപ്പിന് വെള്ളം കൊണ്ടുവന്നാലേ കഴിയാൻ പറ്റത്തുള്ളൂ. വിലയ്ക്ക് വാങ്ങുന്ന വെള്ളം കുടിക്കുന്നതിനോ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ ഉപയോഗിക്കാറില്ല. തലച്ചുമടായാണ് ശുദ്ധജലം എത്തിക്കുന്നത്. ചക്കക്കാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ലക്ഷങ്ങൾ മുടക്കി ടാങ്കും പൈപ്പ് കണക്ഷനുകളും കുഴൽക്കിണറുകളും വിവിധ മേഖലകളിൽ സ്ഥാപിച്ചു. ഗുണഭോക്തൃ വിഹിതവും ശേഖരിച്ചാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പദ്ധതികളെല്ലാം പ്രവർത്തനരഹിതമായി. കുടിവെള്ള പദ്ധതി ഒത്തിരി ഈ പ്രദേശത്തുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യമല്ല. കാരണം ഈ കഴിഞ്ഞിടെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഒരു കുഴൽക്കിണറും ഒരു ടാങ്കിയൊക്കെ ലക്ഷങ്ങൾ മുടക്കി പണിയിപ്പിച്ചെങ്കിലും ആ മോട്ടറെല്ലാം അത് ഡ്യൂപ്ലിക്കേറ്റ് മോട്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ അതേ മാർഗ്ഗമുള്ളൂ. കാരണം ഒരു 5-6 മാസം ഓടിക്കഴിയുമ്പോൾ ആ മോട്ടർ കേടായിപ്പോയി. വീണ്ടും ഞങ്ങൾ ഇല്ലാത്ത കാശുണ്ടാക്കി കൊടുത്തേച്ച് വന്ന ആ വെള്ളം ഇപ്പോൾ മോട്ടറും ഇല്ല, വെള്ളവും ഇല്ല, എന്തോ ഒരു അവസ്ഥയാണ്. മേഖലയിലെ 80ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്നത്. ജലദൗർലഭ്യം മൂലം കൃഷിയും കാലിവളർത്തലും പ്രതിസന്ധിയിലായി. നിലവിലുള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. പഞ്ചായത്തിൽ നിന്നും വാഹനത്തിലുള്ള കുടിവെള്ള വിതരണം സ്ഥിരമായി മേഖലയിലേക്ക് എത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് കുളം മണ്ണിട്ട് മൂടിയത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ആലക്കോട് അരങ്ങം കള്ളുഷാപ്പിന് സമീപത്താണ് സ്വകാര്യ വ്യക്തി JCB ഉപയോഗിച്ച് കുളം മൂടിയത്. വരൾച്ച രൂക്ഷമായതോടെ കിണറുകളൊക്കെ വറ്റാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രദേശത്തുള്ള വീട്ടുകാർ ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ കുളം വൃത്തിയാക്കിയെടുത്തത്. സ്ഥലമുടമയുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു ഇവരുടെ പ്രവൃത്തി. കുളം ശുചീകരിച്ചതോടെ ആവശ്യത്തിന് വെള്ളം ഇവർക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ തൊട്ടടുത്ത സ്ഥലത്തിനുടമ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുളം മൂടാനെത്തിയത്. JCB വന്ന് പണിയെടുക്കുന്നു. ഞാൻ ബോണിനെ സംഭവം വിളിച്ചു പറഞ്ഞു. ബോണി വരുമ്പോഴത്തേക്കും തന്നെ ഇത് സംഭവം മൂടി. ഒന്ന് ഈ മാർച്ച് മാസമൊക്കെ അല്ലേ, വെള്ളത്തിനൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയമല്ലേ, വന്ന് സംസാരിക്കാൻ എന്നുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി മണ്ണിടുന്നത് നിർത്തിവെച്ചുവെങ്കിലും പോലീസ് പോയ ഉടനെ കുളം പൂർണ്ണമായി നികത്തുകയായിരുന്നു. കുളത്തിന്റെ ഉടമ രേഖകളുമായി നേരിട്ടെത്തിയെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരാൾ മൂടാൻ തുടങ്ങുന്നു. മോൻ വന്ന് പറഞ്ഞത് സ്റ്റേഷൻ പരാതി കൊടുത്തു. മൂടരുത്, സ്റ്റേഷനിൽ പോലീസ് വന്നു, മൂടരുത്, നിങ്ങൾ 10:30 വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അറിയുന്നു പിന്നെ മൂടുന്നുണ്ടെന്ന്. ഒന്ന് ഈ ലെവലാക്കിയിട്ടിരിക്കുക. ഇതിപ്പം നമ്മുടെ പേരിലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഒരു കുളത്തിന് മാത്രമുള്ള സ്ഥലമാണ് നമ്മുടെ പേരിലുള്ളത്. കുളം നികന്നതോടെ പലരും വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചുവെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കൊടും വേനലിൽ കുടിവെള്ള സ്രോതസ് നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. കൃത്യതാ കൃഷിയിലൂടെ വിജയം കൈവരിക്കുകയാണ് കണ്ണൂരിലെ ഒരു കർഷകൻ. കണ്ണപുരം സ്വദേശി പ്രവീൺ പുതുശ്ശേരിയാണ് കാർഷിക രംഗത്തിന് മാതൃകയാകുന്നത്. തണ്ണിമത്തൻ ഉൽപാദനത്തിൽ വൻ നേട്ടം കൊയ്യുകയാണ് കണ്ണപുരം കീഴാറയിലെ പ്രവീൺ പുതുശ്ശേരി. പാടങ്ങളിലെ വിളകൾക്ക് ചെറിയ പൈപ്പുകളിലൂടെ വെള്ളം ലഭ്യമാക്കുന്നതാണ് കൃത്യതാ കൃഷിരീതി.
മണ്ണൊരുക്കിയ ശേഷം ആവശ്യമായ അടിവളം ചേർത്ത് നീളത്തിൽ കൂന കൂട്ടും. അതിന്മേൽ പോളിത്തീൻ കവർ കൊണ്ട് മൂടിയ ശേഷം നിശ്ചിത അകലത്തിൽ തൈകൾ നടും. വെള്ളവും വളവും അവശ്യമൂലകങ്ങളും കൃത്യമായ അളവിൽ യഥാസമയം ലഭ്യമാക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ പ്രവീൺ പുതുശ്ശേരി കീഴറയിൽ ഈ കൃത്യത കൃഷി ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ കൃഷിയിടത്തിൽ നമുക്കറിയാം തണ്ണിമത്തൻ, അതിൻ്റെ വ്യത്യസ്ത വെറൈറ്റികൾ, പയർ, അതുപോലെ തന്നെ മറ്റ് വെള്ളരി എന്നിവയെല്ലാം തന്നെ കൃത്യത കൃഷിയിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രവീൺ 5 വർഷത്തോളമായി ഈ രംഗത്തുണ്ട്. 1 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ RKVY പദ്ധതി പ്രകാരമാണ് കൃഷി ഇറക്കിയത്. കൃത്യത കൃഷിക്ക് സംസ്ഥാന സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ചാലിയാറിനെ അടുത്തറിയാൻ സ്വന്തമായി മിനി ഹൗസ് ബോട്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഒരു യുവ എഞ്ചിനീയർ. ഉറങ്ങാട്ടേരി മൈത്ര സ്വദേശി അലൂഫ് ഷാഹിമാണ് ഇതിനു പിന്നിൽ. സാധാരണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണുന്ന ഹൗസ് ബോട്ടുകളുടെ സമാനമായ രീതിയിലാണ് ചാലിയാറിലെ ഈ മിനി ഹൗസ് ബോട്ടും നിർമ്മിച്ചിരിക്കുന്നത്. 5.5 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും പൂർണ്ണമായി GA ഷീറ്റ് മൾട്ടിവുഡ് മരം മാത്രം ഉപയോഗിച്ചാണ് അലൂഫ് ഷാഹിം മിനി ഹൗസ് ബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വിശാലമായ രീതിയിൽ ചാലിയാറിന്റെ കാഴ്ചകൾ കാണുന്ന വിധത്തിലാണ് ബോട്ടിന്റെ നിർമ്മാണം. എല്ലാ സൗകര്യങ്ങളുമുള്ള ബെഡ്റൂം, കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ബോട്ടിലുണ്ട്. ഇതിനു പുറമെ ബോട്ടിന്റെ മുകൾ ഭാഗത്ത് യാത്രക്കാർക്ക് കയറി നിന്ന് കാഴ്ചകൾ കാണാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവിട്ടാണ് ബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് അലൂഫ് ഷാഹിം പറയുന്നു. നിർമ്മാണം ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതായത് നമ്മൾ വീടിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമ്മൾ വീടൊക്കെ മോഡേണീകരിച്ചു. പക്ഷേ നമ്മൾ പുഴയിൽ തോണി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതിന് മാറിയിട്ട് ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ ഒരു ബോട്ടായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബോട്ടിന്റെ ഡിസൈൻ കണ്ടതിനെ തുടർന്നാണ് ഷാഹിമിനും ഇങ്ങനെയൊരു ബോട്ട് നിർമ്മിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിക്കാനുള്ള അവശ്യ വസ്തുക്കൾ കണ്ടെത്തി നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. 2 ആഴ്ചത്തെ കഠിന പരിശ്രമമാണ് സ്വന്തമായ ഒരു മിനി ഹൗസ് ബോട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. പെട്രോൾ യമഹ എഞ്ചിനാണ് ബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാലിയാറിലെ ആഴമേറിയ ഭാഗങ്ങളിലൂടെയും ബോട്ടിന് മികച്ച രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അരീക്കോട് സ്വന്തമായി ഒരു ഡിസൈനിംഗ് സ്ഥാപനം നടത്തിവരികയാണ് ഷാഹിം. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഹൗസ് ബോട്ട് നിർമ്മിച്ച് നാട്ടിൽ താരമായി മാറിയത്. ന്യൂസ് 18 തിരൂർ. സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ നിർമ്മിച്ച് കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയാണ് ഒരു പോളിടെക്നിക് അധ്യാപകൻ. ഇന്ധനവില കുത്തനെ ഉയരുന്ന സമയത്ത് മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മുച്ചക്ര സൈക്കിളാണ് മലപ്പുറം സ്വദേശിയായ CK സലീം നിർമ്മിച്ചത്. ഇന്ധനവില കുത്തനെ ഉയരുമ്പോഴും CK സലീമിന് ആശങ്കകളോ നെഞ്ചിടിപ്പോ ഒന്നും തന്നെയില്ല. യാത്രയ്ക്ക് സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന സോളാർ സൈക്കിൾ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണം. കോവിഡ് 2ാം തരംഗ കാലത്താണ് ബദൽ യാത്രാമാർഗത്തെക്കുറിച്ചുള്ള ചിന്തയിൽ പുതിയ കണ്ടുപിടുത്തമെത്തിയത്. ബൈക്കിന്റെ ടയർ ഉപയോഗിച്ച് വാഹനമുണ്ടാക്കാനായിരുന്നു ശ്രമമെങ്കിലും രജിസ്ട്രേഷനും ലൈസൻസും വേണമെന്ന നിർബന്ധം കാരണം അത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് സൈക്കിൾ ടയർ ഉപയോഗിച്ചുള്ള വാഹനത്തിലേക്ക് തിരിഞ്ഞത്. കുടുംബ ഗ്രൂപ്പിൽ സന്ദേശമയച്ചപ്പോഴാണ് സൗജന്യമായി സൈക്കിൾ ലഭിച്ചത്. 3ാമത്തെ ടയർ ഉപയോഗിച്ച് അങ്ങനെ മുച്ചക്ര സൈക്കിളാക്കി മാറ്റി. 2 സോളാർ പാനലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 75 വാട്ടിൻ്റെ ലൂമിൻ്റെ മോണോപർക്ക് പാനലാണ് ഉപയോഗിച്ചത്. ഇതാണ് ഇതിൻ്റെ കൺട്രോള്. പിന്നെ ഒരു ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് ഇത് മൂവ് ചെയ്യണത്. സാധാരണ പെഡലിംഗ് നടത്തിയിട്ട് ഉപയോഗിക്കാം. സാധാരണ സൈക്കിൾ പെഡലിംഗ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെ ഉപയോഗിക്കാം. ഈ ബാക്ക് ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ രൂപത്തിലാണ്. ഇതൊരു ലഗേജ് ബോക്സ് ആയിട്ട് നമുക്ക് ഈ ഏരിയ ഉപയോഗിക്കാൻ പറ്റും. 75 വാട്ട്സിന്റെ 2 സോളാർ പാനൽ വാങ്ങി. കൂടാതെ ആക്സിലേറ്ററും ബ്രേക്കും ഉൾപ്പെടെയുള്ളവ ഓൺലൈനായും വാങ്ങി. ഒറ്റ ചാർജിൽ 60 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് തന്റെ വാഹനമെന്ന് സലീം പറയുന്നു. വാഹനം ഓടുമ്പോൾ തന്നെ ചാർജ് ആകുന്നതിനാൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാം. മാത്രമല്ല പെഡൽ ഉപയോഗിച്ചും ഇത് ചവിട്ടാം.
പിൻഭാഗത്ത് ലഗേജ് ബോക്സും ഈ വാഹനത്തിനുണ്ട്. തിരൂർക്കാട് ITIയിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും നേടിയ സലീം അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അധ്യാപകനാണ്. മലപ്പുറം ഇസ്ലാഹിയ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ ജംഷിയയും മക്കളായ ഡാലിയ, ഡയാന, ഡെൽന എന്നിവരും പൂർണ്ണ പിന്തുണയുമായി സലീമിനൊപ്പമുണ്ട്. ന്യൂസ് 18 തിരൂർ. സംഘകൃഷി ഗ്രൂപ്പുകളുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പയെടുത്ത് വഞ്ചിച്ചുവെന്ന് പരാതി. കാസർഗോഡ് പടന്ന കാന്തിലോട്ട് കുടുംബശ്രീ അംഗം കബളിപ്പിച്ചുവെന്നാരോപിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത്. ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നതോടെയാണ് പലരും തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. അയൽക്കൂട്ട വനിതകളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളുടെ പേരിലാണ് വൻ തട്ടിപ്പ് നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതല വഹിച്ചിരുന്ന പടന്ന കാന്തിലോട്ടെ ഷീജ 60-ലേറെ പേരെ വഞ്ചിച്ചതായാണ് പരാതി. 3 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. ലോൺ എടുത്തിട്ട് അതിന് 2 ലക്ഷം രൂപ നമുക്ക് തന്നിട്ട് 1 ലക്ഷം രൂപ നീതി അടിച്ച കള്ളാസിൻ്റെ അവർക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മളോട് വാങ്ങിക്കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് അടക്കാൻ ആദ്യം 2-3 വട്ടം തന്നിന്. പിന്നെ അത് അടക്കാനോ ഇതാക്കാനോ അമ്മ അടച്ചോളം വന്ന് നമ്മളെ പൈസ അടിച്ചിട്ട് വന്നിട്ട് 1.5 ലക്ഷം രൂപയോളം ആക്കിയിട്ട് പിന്നെ അത് നമുക്ക് കയ്യിലാന്നിട്ട് പിന്നെ നമ്മൾ അടക്കല്ല. എന്നാൽ നമുക്കില്ല സാമ്പത്തികം അടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങനെ ആ പൈസ പോയി ഇതെല്ലാം കയറ്റി നമ്മൾ ഇതാക്കുമ്പോൾ അന്ന് വില്ലേജിൽ നിന്ന് ആൾ വരുന്നിവിടെ. വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ട് ഇവിടെ ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞ് നിങ്ങളെ പെര ജപ്തി ചെയ്ത് ഇത്ര 6.5 ലക്ഷം രൂപ നിങ്ങൾ അടക്കണം, അടച്ചാലോ നിങ്ങളെ ജപ്തി ഒഴിവാക്കും. 2016 മുതൽ ഷീജയുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ട വനിതകളെ ഉൾപ്പെടുത്തി 16ഓളം സംഘകൃഷി ഗ്രൂപ്പുകളാണ് രൂപീകരിച്ചത്. ഈ ഗ്രൂപ്പുകളുടെ പേരിലാണ് 2.5 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ വായ്പകൾ വാങ്ങിയത്. മൊത്തത്തിൽ ലഭിച്ച വായ്പാ തുകയിൽ പകുതി മാത്രമാണ് അയൽക്കൂട്ട വനിതകൾക്ക് വീതം വെച്ച് നൽകിയത്. പിന്നീടുള്ള മാസങ്ങളിൽ ഇവരിൽ നിന്നും വായ്പാ തിരിച്ചടവിന് എന്ന പേരിൽ വാങ്ങിയ തുകയും ഷീജ ബാങ്കിൽ അടച്ചില്ല. ഭീമമായ തുക അടയ്ക്കാൻ നോട്ടീസ് വന്നതോടെ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. 10 റുപ്യ പോലും അടച്ചിട്ടില്ലാന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത പൈസ എന്താക്കി ഈ 5000 റുപ്യനെ ഞങ്ങൾ മാസം കൊടുക്കുന്നത് അടക്കാൻ. അത് പറയുമ്പോൾ ആ ഒരു ഇത് ചിന്തിച്ചു നോക്കിയേ. പല വീടുകളിലും ജപ്തി നോട്ടീസുമായി ബാങ്ക് ജീവനക്കാർ എത്തിയതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി നാട്ടുകാർ മനസ്സിലാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ വീടുകളിൽ നിന്ന് വാങ്ങിയ നികുതി രസീതിൽ വീട്ടുകാരുടെ കള്ള ഒപ്പിട്ടാണ് ബാങ്കുകളിൽ നൽകിയത് എന്ന് ഇവർ പറയുന്നു. ഒരേ കയ്യക്ഷരം ഒരേ ആളെ എഴുതിയത് പല രീതിയിലുള്ള ഒപ്പുകളാണ്, വ്യാജ ഒപ്പുകളാണ് ഒപ്പിട്ടത്. ഇങ്ങനെ ഈ വ്യാജ ഒപ്പിട്ടതും ഈ സാക്ഷ്യപത്രം ഇട്ടതിൽ നിയമങ്ങളില്ലേ, നിയമവ്യവസ്ഥകളില്ലേ, ഇങ്ങനെ പാവപ്പെട്ട സ്ത്രീകളെ ഇതിനുവേണ്ടി ബലിയാടാക്കാൻ പറ്റുന്നതിന് എന്തെന്നാ അതിനർത്ഥം? വായ്പാ കുടിശ്ശിക വന്നതോടെ തൊഴിലുറപ്പ് വേതനം പോലും പലർക്കും ലഭിക്കാതെയായി. എനിക്ക് തൊഴിലുറപ്പിൻ്റെ പൈസ ഒന്നും തരുന്നില്ല. അവർ പൈസ അടക്കാതിൻ്റെ കൊണ്ട് നമ്മൾ പൈസ തരുന്നില്ല. നമ്മളെ പൈസ എല്ലാം അടയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പിലെടുത്തതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, അവരും കൂടി തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴിലുറപ്പിൻ്റെ പൈസ വരുന്നില്ല. എന്നാൽ ഷീജ രൂപീകരിച്ച JLG ഗ്രൂപ്പുകൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തവ അല്ലെന്നാണ് കുടുംബശ്രീ ഭാരവാഹികളുടെ വിശദീകരണം. ന്യൂസ് 18 പടന്ന. അസോസിയേഷൻ ഓഫ് ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടും വേനലിൽ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തിയത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് വേനൽ ചൂടിൽ വിയർത്തവർക്കായി അക്കോക് പ്രവർത്തകർ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തത്. വെയിലത്ത് യാത്രയിലായിരുന്ന നിരവധി പേർക്കാണ് ഈ ജ്യൂസ് വിതരണം ആശ്വാസമായത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, തൊഴിലാളികൾ, പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ തുടങ്ങി ഗവൺമെന്റ് ആശുപത്രിയിലെത്തിയ രോഗികളടക്കം സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് ആസ്വദിച്ചു. വരും ദിവസങ്ങളിൽ പരീക്ഷ എഴുതാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്യുമെന്ന് അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഷാനവാസ് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ അസഹനീയമായ ഈ ചൂടിൽ നിരവധി വഴിയാത്രക്കാരും നിരവധി ആളുകളുമാണ് കായംകുളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കേന്ദ്രമാക്കിയും ഹോസ്പിറ്റൽ കേന്ദ്രമാക്കിയും വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആൾക്കാർക്ക് ഇത് പ്രയോജനം ചെയ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അവിടെ എക്സാം നടക്കുന്നിടത്തോടത്ത് വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സൗജന്യ തണ്ണിമത്തൻ വിതരണം ചെയ്യുന്നതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് നിർവഹിച്ചു. ന്യൂസ് 18 കായംകുളം. കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾക്ക് തുടക്കം. പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് AP സജീവ് ഇക്കാര്യം വ്യക്തമാക്കി. ആശുപത്രിയിൽ ചികിത്സ തേടാനാകാതെ ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് മെഡിക്കൽ ക്യാമ്പ്. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തും തലച്ചിറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. കോളനികളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് അവർക്ക് ഹോസ്പിറ്റലിനെ സമീപിക്കുവാനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങുവാനോ ഉള്ള താല്പര്യക്കുറവുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നിന്ന് നേരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്.
വെട്ടിക്കവല പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോളനികളിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ഡോക്ടറുടെയും മെഡിക്കൽ സംഘങ്ങളുടെയും സേവനം ലഭ്യമാക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നൂതനമായ ഒരു പദ്ധതിയായിട്ടാണ് വെട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയെ കാണുന്നത്. വരും വർഷങ്ങളിലും ഇത് വ്യാപകമാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നതിനാണ് വെട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചുള്ളത് എന്ന വിവരം കൂടി അറിയിക്കുകയാണ്. പനി, ജലദോഷം എന്നിവയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഞാനും മെമ്പറും ഞങ്ങളുടെ സ്റ്റാഫും JPH ഉൾപ്പെടെ ആശാവർക്കർമാരെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരോടും പറയുകയും ആൾക്കാരെ എല്ലാവർക്കും ജനങ്ങളുടെ ഭാഗത്ത് നല്ല സമീപനവും നല്ല സന്തോഷമായിരുന്നു. കാരണം അവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്നതിന് പകരം അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് മരുന്നും ഒരു ടീം തന്നെ വരികയാണ് ചെയ്തത്. വെട്ടിക്കവല പാലമുക്ക് അങ്കണവാടിയിൽ തുടക്കം കുറിച്ച മെഡിക്കൽ ക്യാമ്പ് വരുന്ന ആളുകളിൽ വിപുലമായി നടത്താനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. വയനാട് തേറ്റമലയിൽ മകൻ ജയിൽ മോചിതനാകുന്നതും കാത്ത് കഴിയുകയാണ് 80-കാരിയായ ഒരമ്മ. സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും ജയിൽ മോചനം ലഭിക്കാത്ത മകൻ മനോജിനെയാണ് ഈ അമ്മ കാത്തിരിക്കുന്നത്. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2003 മനോജ് ജീവപര്യന്തം തടവുകാരനായി കണ്ണൂർ ജയിലിലെത്തുന്നത്. ജീവപര്യന്തം തടവുകാർ 14 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ജയിൽ അഡ്വൈസറി ബോർഡിന്റെ ശുപാർശയിൽ ജയിൽ മോചിതനാകാൻ നിയമമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനോജിന്റെ മാതാവ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ MR ഷാ, CT രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് മനോജിനെ 4 ആഴ്ചയ്ക്കുള്ളിൽ ജയിൽ മോചിതനാക്കണമെന്ന് ഫെബ്രുവരി 7 വിധി പുറപ്പെടുവിച്ചിരുന്നു. സുപ്രീം കോടതി നിശ്ചയിച്ച കാലാവധി കഴിഞ്ഞിട്ടും മകനെ മോചിതനാക്കാൻ ജയിൽ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഏലിയാമ്മ പറയുന്നത്. 20 വർഷമായി എന്റെ മകൻ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കഴിയുന്നു. അവനെ അവിടുന്ന് വിട്ടാത്തത് കൊണ്ട് ഞാൻ സുപ്രീം കോടതി അപേക്ഷ കൊടുത്തു. അവിടുന്ന് വിട്ടുകൊടുത്ത് 4 ആഴ്ചക്കകം വിട്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ കേസ് വിധിയായി. അവരിതേവരെ വിട്ടു തന്നിട്ടില്ല. 20 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ മനോജ് ഇപ്പോൾ ചീമേനിയിലെ തുറന്ന ജയിലിലാണുള്ളത്. ന്യൂസ് 18 വയനാട്. വേനൽ ചൂടിൽ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖല ചുട്ടുപൊള്ളുന്നു. പുനലൂരിൽ ഇന്നലെ 39 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ കനത്ത ചൂടാണ് ഇത്തവണ പുനലൂരിൽ. ചൂട് കനത്തതോടെ നഗരത്തിലെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. വേനൽ ചൂടിന്റെ കണക്കെടുപ്പിൽ പതിവ് തെറ്റിച്ച് പാലക്കാടിനെയും കടത്തിവെട്ടി പുനലൂർ വെന്തുരുകുകയാണ്. ഉച്ചസമയത്ത് പുറത്തിറങ്ങാൻ ഭയക്കും വിധമാണ് ചൂട്. ഇതോടെ രാവിലെ 10 മണി കഴിഞ്ഞാൽ പതിവ് തിരക്കുമില്ല. കത്തുന്ന വേനലിനെ തോൽപ്പിച്ച് വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് ഇരട്ടി ദുരിതമാണ്. ആൾക്കാർ വന്നില്ല, കച്ചവടത്തിലേക്കും കച്ചവടമും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടേല ഇരിക്കും. വെയിൽ താങ്ങ മുടിയല. 11 മണിക്ക് ശേഷം റോഡിലൊന്നും ആരുമില്ല. 3 മണി വരെ റോഡിൽ ആരുമില്ല. കാരണം കച്ചവടത്തെ ബാധിക്കുന്നു, വണ്ടിക്കാരെ ബാധിക്കുന്നു, യാത്രക്കാരെ ബാധിക്കുന്നു. അതുള്ള ചൂടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘദൂര സർവീസുകൾ ഒഴികെയുള്ള KSRTC ബസ്സുകളിലും പ്രൈവറ്റ് ബസ്സുകളിലും തിരക്കൊഴിഞ്ഞിട്ട് ദിവസങ്ങളായി. നഗരത്തിൽ തിരക്കൊഴിഞ്ഞതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ മറ്റൊരു വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ചൂട് കാരണം ആളെ ഇറങ്ങുന്നില്ല ടൗണിൽ. ഓട്ടം വളരെ മോശമാണ്. ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഞങ്ങളിങ്ങനെ വെയിലും കൊണ്ട് ഇവിടെ കിടക്കുക. ആരെങ്കിലും വിളിക്കുന്നോ എന്ന് നോക്കി, ആരും വിളിക്കുന്നതും ഇല്ല. വ്യാഴാഴ്ച 38 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഇന്നലെ ഒരു പടി കൂടി കടന്ന് 39 ഡിഗ്രിയിലെത്തി. വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷ വൈകുന്നേരത്തെ ഇടിമിന്നലിൽ അവസാനിച്ചു. വേനൽക്കാലത്തെ കനത്ത ചൂടും മഴക്കാലത്തെ പേമാരിയും പുനലൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ സവിശേഷമായ കാലാവസ്ഥയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒരു പഠനവും നടന്നിട്ടില്ലെന്നാണ് പുനലൂരുകാരുടെ പ്രധാന പരാതി. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാനത്ത് ചൂടിന് ആശ്വാസമായി തുടർച്ചയായ 4ാം ദിവസവും വേനൽ മഴ ലഭിച്ചു. മധ്യതെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ഉയർന്ന താപനിലയും കുറവ് രേഖപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം ഇന്നലെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാട് ജില്ലയിലായിരുന്നു. പാലക്കാട് 37.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലത്തെ താപനില. സാധാരണയേക്കാൾ 0.2 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് ഇത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും താപനില 37-ൽ എത്തി. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷത്തിന് വർണ്ണപ്പകിട്ടേകി കുരുന്നുകളുടെ കലാപ്രകടനം. കാരുണ്യ ബഡ് സ്കൂളിലെ കുട്ടികൾ ശാരീരിക പരിമിതികൾ മറികടന്ന് നിറഞ്ഞാടിയപ്പോൾ അത് ആസ്വാദകരുടെ മനം കവർന്നു. കുടുംബശ്രീയുടെ
രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറുമൊക്കെ കണ്ട് തളർന്ന അമ്മമാർക്ക് കലാവിരുന്നൊരുക്കി തിരുവനന്തപുരം പോത്തൻകോട് കാരുണ്യ ബഡ് സ്കൂളിലെ കുട്ടികൾ. ശാരീരിക പരിമിതികൾ മറികടന്ന് കൃഷ്ണന്റെയും രാധയുടെയും ഒക്കെ വേഷം പകർന്നാടുമ്പോൾ ശാരീരിക പരിമിതികൾ ആ കുരുന്നുകൾക്ക് ഒരു വെല്ലുവിളിയായിരുന്നില്ല. കുരുന്നുകളുടെ കലാവിരുന്നിൽ മനസ്സ് നിറഞ്ഞ് അമ്മമാരും. കുട്ടികളെ പരിപാടി സൂപ്പറായിരുന്നു, നല്ല പരിപാടിയാണ്. ആ കുട്ടികളെ ട്രെയിൻ ചെയ്ത ടീച്ചർമാർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. ഞങ്ങൾക്ക് ഇവരുടെ ഡാൻസ് കണ്ടപ്പോഴേ ഭയങ്കര നമുക്ക് ഒരു എന്തെന്നില്ലാത്ത ഒരു പ്രചോദനം. നന്നായിട്ട് കളിച്ചു എല്ലാവരും. കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങളുടെയും വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങളുടെയും പരിപാടികൾ വേദിയിൽ അരങ്ങേറി. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.